നിങ്ങൾ നല്ലൊരു ടീച്ചറല്ല, എന്നാൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കരിയർ ടീച്ചിങ് ആണ് താനും. ഞാൻ അങ്ങനെ പറയാൻ കാരണം, അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പുതിയ കുട്ടികളുടെ മുമ്പിൽ പലപ്പോഴും അധ്യാപകരായ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനോ അവരെ കുറിച്ച് മനസ്സിലാക്കാനോ അവരുടെ ലാംഗ്വേജും അവരുടെ ക്യാരക്ടറും അവരുടെ മൈൻഡ് സെറ്റും മനസ്സിലാക്കാനോ പലപ്പോഴും പറ്റുന്നില്ല. വല്ലാണ്ട് വീർപ്പുമുട്ടുന്ന ഒരു ലോകക്രമത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സത്യത്തിൽ എന്താണ് അവർക്ക് പറ്റിയത്? അതല്ല നമുക്കാണോ പറ്റിയത്? കാര്യമായി പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ്. എങ്ങാനും സ്നേഹത്തിന്റെ ഭാഷയിൽ അവരൊന്ന് ഗുണദോഷിച്ചാൽ നമ്മൾ തന്തവൈബിന്റെയും തള്ളവൈബിന്റെയും ആളുകളായി മാറി. പരിഹാരം ഒന്നേ ഉള്ളൂ: ജനറേഷനെ മനസ്സിലാക്കലാണ്, ജെൻസിയെ മനസ്സിലാക്കലാണ്, ആൽഫയെ മനസ്സിലാക്കലാണ്. ആരാണ് ജനറേഷൻ ഇസഡിലുള്ളവർ? ആരാണ് ജനറേഷൻ ആൽഫയിലുള്ളവർ? 1997-ന്റെയും 2012-ന്റെയും ഇടയിൽ ജനിച്ച മക്കളാണ് ജനറേഷൻ സെഡ് എന്ന് പറയുന്ന ജെൻസി എന്ന് പറയപ്പെടുന്ന വിഭാഗം. അഥവാ ഇന്ന് സ്കൂളുകളിലൊക്കെ ഒരു ശരാശരി 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2, അതിന് മുകളിൽ UGയും PG ഒക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളാണ് ജെൻസികൾ എന്ന് പറയപ്പെടുന്നത്. എനിവേ, 2013-ന്റെയും 2025-ന്റെയും ഇടയിൽ ജനിച്ച മക്കൾ, അവരാണ് ജനറേഷൻ ആൽഫ അഥവാ ജെൻ ആൽഫ കുട്ടികൾ എന്നൊക്കെ പറയുന്ന വിഭാഗം. ശരാശരി സ്കൂളിൽ ഇപ്പോ 1 മുതൽ 8ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ. ഇത് രണ്ടാണ്. അധ്യാപകരെ നമ്മൾ ഒത്തിരി മുകളിലാണ്, നമ്മളുടെ പഠിപ്പിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഒത്തിരി വയ്യ അല്ലെങ്കിൽ പിറകെ വരുന്ന ജനറേഷനുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ആണ് പലപ്പോഴും നടക്കുന്ന പ്രശ്നം. അതിന് ജനറേഷനെ മനസ്സിലാക്കുക എന്നുള്ളതും അവരുടെ ക്യാരക്ടറും അവരുടെ ഭാഷയും അവരുടെ മൈൻഡ് സെറ്റും അവരുടെ ഇന്റൻസിറ്റി എല്ലാം മനസ്സിലാക്കി അങ്ങനെ രസകരമായി സന്തോഷത്തോടുകൂടി പഠിപ്പിക്കാനും അവരെ ഡീൽ ചെയ്യാനും പറ്റുന്ന ബെസ്റ്റ് ടീച്ചറായി നമുക്ക് മാറാൻ പറ്റണം. അതിനാവട്ടെ നമ്മുടെ ഈ വീഡിയോസുകൾ.